ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു വീഴ്ത്താം, പക്ഷേ അയാളുടെ മനസ്സിലെ കാരുണ്യത്തെ എങ്ങനെ തോൽപ്പിക്കും? ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി ത്വായിഫിലെ ജനങ്ങളോട് സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒക്കെ സന്ദേശം പറയുവാൻ ചെന്നു. അവർ ആ വാക്കുകൾ സ്വീകരിച്ചില്ലെന്ന് തന്നെയല്ല, അദ്ദേഹത്തെ അവർ അപമാനിച്ചു, പരിഹസിച്ചു, തെരുവിലെ കുട്ടികളെ കൊണ്ട് കല്ലെറിയിച്ചു. കാലുകളിൽ നിന്ന് രക്തമൊഴുകി, ശരീരം വേദനിച്ചു, മനസ്സ് അതിലേറെ മുറിവേറ്റു. ആ സമയത്ത് മലകളുടെ ചുമതലയുള്ള മാലാഖ നബിയുടെ മുന്നിലെത്തി പറഞ്ഞു, അങ്ങ് അനുവദിച്ചാൽ ഈ ജനതയെ 2 മലകൾക്കിടയിൽ ഞാൻ ഞെരിച്ചു കളയാം. തന്നെ കല്ലെറിഞ്ഞവരോട് പ്രതികാരം ചെയ്യാനുള്ള അവസരമായിരുന്നു അത്. പക്ഷേ നബി തിരുമേനി അതിന് അനുമതി നൽകിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് ഇന്നെന്നെ മനസ്സിലായില്ലെങ്കിലും ഇവരുടെ വരും തലമുറയിൽ സത്യം തിരിച്ചറിയുന്നവരുണ്ടായേക്കാം. നോക്കൂ, നമ്മെ അപമാനിച്ച ഒരാളോട് പോലും ക്ഷമിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്നാൽ തന്നെ കല്ലെറിഞ്ഞൊരു ജനതയുടെ വരും തലമുറയ്ക്കു വേണ്ടി പ്രത്യാശിച്ച മഹാമനുഷ്യനായിരുന്നു മുഹമ്മദ് നബി. ഇതാണ് പ്രവാചക ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. പ്രതികാരത്തേക്കാൾ ശക്തമാണ് ക്ഷമ, വെറുപ്പിനേക്കാൾ വലുതാണ് സ്നേഹം, ശിക്ഷയേക്കാൾ മഹത്തരമാണ് തിരുത്താനുള്ള അവസരം നൽകുന്നത്. ഇന്ന് 1-ാം ഓണത്തിൻ്റെ സന്തോഷവും നബിദിനത്തിൻ്റെ പുണ്യസ്മരണയും ഒരുമിച്ചെത്തുകയാണ്. ഓണം നമ്മോട് പറയുന്നു, മനുഷ്യർക്കിടയിൽ വേർതിരിവുകളില്ലാത്തൊരു നല്ല കാലത്തെ സ്വപ്നം കാണാൻ. നബിദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആ നല്ല കാലം സൃഷ്ടിക്കേണ്ടത് കാരുണ്യവും നീതിയും സാഹോദര്യവും കൊണ്ടാണെന്ന്. നമ്മുടെ ആഘോഷങ്ങളുടെ പേരുകൾ വ്യത്യസ്തമായിരിക്കാം, ആചാരങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പ്രാർത്ഥനകളുടെ ഭാഷയും വ്യത്യസ്തമായിരിക്കാം. പക്ഷേ വിശപ്പിന് മതമില്ല, വേദനിക്കുന്നവൻ്റെ കണ്ണുനീരിന് ജാതിയില്ല, സ്നേഹിക്കുന്ന ഹൃദയത്തിന് അതിരുകളുമില്ല. നബിദിനത്തിൽ വീടുകൾ പ്രകാശിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിലും പ്രതീക്ഷയുടെ വിളക്ക് തെളിയിക്കാം. ആഘോഷത്തിനായി ഭക്ഷണം ഒരുക്കുമ്പോൾ വിശക്കുന്ന ഒരാൾക്കു കൂടി അതിൻ്റെ പങ്കു നൽകാം. നബിതിരുമേനിയുടെ പേരിൽ ആശംസകൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്കും പകർത്താം. കാരണം മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്നത് അവിടുത്തെ പേരുച്ചരിക്കുക മാത്രമല്ല, അവിടുന്ന് പഠിപ്പിച്ച കരുണ ജീവിതത്തിൽ നടപ്പാക്കുക കൂടിയാണ്. നമ്മെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കാനും, വീണുപോയവരെ ചേർത്തു നിർത്താനും, ഒറ്റപ്പെട്ടവരെ കൂടെ കൂട്ടാനും, മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാനും കഴിയട്ടെ. ഈ 1-ാം ഓണം സ്നേഹത്തിൻ്റെ തുടക്കമാകട്ടെ. ഈ നബിദിനം കാരുണ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകളും ഓണാശംസകളും. OS ടോക്സിൽ വീണ്ടും കാണാം.